നമസ്കാരം. സെൽഫിയിലേക്ക് സ്വാഗതം. ക്യാൻസറും ആശങ്കകളും, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സമൂഹത്തിൽ ഇന്ന് പല 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 കാരണങ്ങൾ പറയുന്നുണ്ട് ക്യാൻസർ വരുന്നത്. ജീവിത രീതി, ഭക്ഷണ രീതി. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി അവരാണയിട്ട് പറയണു, ക്യാൻസർ പോയിട്ട് 51 രോഗങ്ങൾക്കും അലോപ്പതിയിലില്ല. അതിനകത്ത് ക്യാൻസർ ആൻഡ് ട്യൂമർ ആൻഡ് ലുക്കീമിയ ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. 2, 3. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ കീമോ ചെയ്യാൻ അകത്തോട്ട് പോകുമ്പോൾ ഇവർ നമ്മൾ ആരും അറിയാത്തൊരു രഹസ്യം നടക്കുന്നുണ്ട്. അവിടെ ഈ ഒരു പേപ്പർ നമ്മളെ കൊണ്ട് സൈൻ ചെയ്ത് പേടിപ്പിക്കുന്നുണ്ട്. ആ പേപ്പറിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഈ കീമോ ഒള്ളി പാലിയേറ്റീവ് കെയർ, ഇത് സാന്ത്വനം മാത്രമാണ്, മരുന്നല്ല. അപ്പോൾ ഡോക്ടറും ആശുപത്രിക്കാരും പറയണു, ഞങ്ങൾ ഈ സാധനം ഞങ്ങൾ മേടിക്കില്ല, കാശ് കൊടുത്ത് നിങ്ങൾ സൈനിട്ട് ഒപ്പിട്ട് തന്നാൽ മാത്രമേ മരുന്ന് പോലും മേടിക്കുള്ളൂ, അത്രയും വൃത്തികെട്ട സാധനമാണിതെന്ന് അവർ പറയുന്നുണ്ട്. മീന, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കീമോ ട്രീറ്റ്മെൻറ്റിന് മുറിയിലേക്ക് കയറുമ്പോൾ ഇത്തരത്തിലുള്ള പേപ്പർ അവർ ഒപ്പിട്ട് മേടിക്കുമ്പോൾ ആവശ്യത്തിലധികം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ, അല്ലേ? ഇവിടെയൊക്കെ പാവം അവർക്കൊന്നും അറിയില്ല, അവരെന്താണ് ഒപ്പിട്ട് കൊടുക്കുന്നതെന്ന് പോലും ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിന് മുൻപ് ഒരു കൗൺസിലിംഗ് ഇവർ നടത്തുന്നുണ്ടോ? സാധാരണ ആൾക്കാർക്ക് ഒരു കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. പിന്നെ എന്താണ് കൗൺസിലിംഗ് ടൈമിൽ അവർ പറയുന്നത്? എന്താണ് ക്യാൻസർ, എന്താണ് കീമോ എന്ന് പറയുന്നത്, എന്താണ് കീമോ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്കത് ട്രീറ്റ്മെന്റ് അല്ല, ഇറ്റ് ഇസ് എന്താ പറയണ, നിങ്ങളുടെ അസുഖം ബാധിച്ച സെൽസിനെ നശിപ്പിക്കുകയാണ്. ഇറ്റ് ഇസ് എ പോയിസൺ ബീങ് ഇൻജെക്റ്റഡ് ഇൻ ടു യുവർ ബോഡി. ഇതാണ് പറയുന്നത്. അത് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അത് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യങ്ങളുണ്ട്, ഇല്ലന്നല്ല. ബട്ട് റിസൾട്ട് നമ്മൾക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്നത് ഇതാണ്. ആ സമയത്ത് ഇപ്പോൾ ഒരു സർജറി ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അത് കഴിയുമ്പോൾ ദിസ് ഇസ് ഓവർ. മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു കണ്ടിന്യൂ ഫോർ മന്ത്സ് ടുഗെദർ. അതാണ് ഒരു വ്യത്യാസം. പിന്നെ ഇവിടെ വൈദ്യര് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കാരണം ഇതും ഇനിയും കണ്ടെത്തിയിട്ടില്ല. മൈ മദർ ഈസ് എ ക്യാൻസർ സർവൈവർ. എൻ്റെ അമ്മ, കുഞ്ഞമ്മ, അമ്മായി, അതായത് അച്ഛൻ്റെ പെങ്ങള്, ഇവരൊക്കെ ക്യാൻസർ സർവൈവേഴ്സാണ്. ഞാനും. അതിനർത്ഥം ഇനി വരില്ല എന്നല്ല. ആവാം, അത് ആകണം എന്ന് നിർബന്ധമില്ല. പറയുന്നുണ്ടല്ലോ, ആവാം എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു തലവേദന നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തവണ മരുന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ തലവേദന വരില്ലേ? വരില്ല എന്ന് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തത് ഡോക്ടർ PG ജയപ്രകാശ്. അദ്ദേഹം 10-30 വർഷമായിട്ട് അതിന്റെ ഹെഡാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിന്റെ വരായികകള് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് തന്നിട്ടാണ്. അതെനിക്ക് മാത്രമല്ല, അദ്ദേഹത്തിനെ കാണാൻ വരുന്ന എല്ലാ പേഷ്യൻസിനും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വരായികൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അവരൊരിക്കലും അവകാശപ്പെടുന്നില്ല. ഞാൻ ഡോക്ടറിനോട് ആദ്യം ചോദിച്ച ചോദ്യം, ഡോക്ടർ എനിക്ക് കംപ്ലീറ്റ് ക്യൂർ ആവുമോ? കാര്യം എനിക്ക് ഒരുതരം ചികിത്സയ്ക്ക് പോകുന്ന ആ സമയത്ത് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഫുള്ളായിട്ട് ക്യൂർ ആവുമോ? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 60% ക്യൂർ ആവും, 40% എനിക്ക് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല. ഇതാണ് ഡോക്ടർ PG JP പറഞ്ഞത്. ക്യൂർ ആയിക്കൂടാന്നില്ല, ഒരു 20% ഫുൾ ക്യൂർ ആകാം. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ആ 20% ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ ഡോക്ടർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ആത്മവിശ്വാസം നല്ലതാണ്, ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പക്ഷെ എനിക്ക് ആത്മവിശ്വാസം ഇല്ല ആ സമയത്ത്. ബട്ട് ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അവർ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നില്ല ഞങ്ങളിത് മുഴുവനും ചികിത്സിച്ച് ഭേദമാക്കി തരാമെന്ന് ഒരു അലോപ്പതി ഡോക്ടേഴ്സും പറയുന്നില്ല, പ്രത്യേകിച്ച് RCCയിൽ പറയുന്നതേ ഇല്ല. അതെ മാഡം, അതാണ് ആധുനിക വൈദ്യശാസ്ത്രം ഗുണദോഷങ്ങളെ വിലയിരുത്തി ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് ഇത് ഗുണം ദൂഷ്യം പറയുള്ളൂ. അതിൻ്റെ ദൂഷ്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കും. ഒരു മരുന്ന് രംഗത്തിറങ്ങിയതിന് ശേഷം അതിൻ്റെ ദൂഷ്യവശങ്ങളെ കണ്ടാൽ അത് ബാൻ ചെയ്യും. 500-ൽ പരം അർബുദങ്ങൾ നിലവിലുണ്ടെന്നുള്ളതാണ് ഒരു കണക്ക്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ സമൂഹത്തിൽ ധാരാളം മനുഷ്യരെ കണ്ടിരിക്കും ശരീരത്തിൽ പലവിധ മുഴകളും വന്നിരിക്കുന്നത്.
ആ മുഴകളുണ്ടാകുന്ന കോശങ്ങളുടെ വിഭജനങ്ങൾ കൊണ്ടാണ്. പക്ഷേ ആ സാധനം ഉപദ്രവകാരികളല്ല. അതെ അതെ. എല്ലാത്തിനും ചികിത്സകൾ വേണമെന്നില്ല. പക്ഷേ ഇതിപ്പോൾ കുടലിലാണ് ആ മുഴ ഉണ്ടായേക്കുന്നത് എങ്കിൽ നമ്മുടെ ആഹാര സാധനങ്ങൾ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനെ ഇപ്പോൾ ശസ്ത്രക്രിയയിൽ കൂടെ മാറ്റുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത് പുനർജനിക്കണമെന്നില്ല, റിക്കറൻസ് ഓഫ് ഡിസീസ് വരണമെന്നില്ല. ഇപ്പോൾ പുറത്തുള്ളത് ഉപദ്രവകാരി അല്ലെങ്കിൽ മനുഷ്യൻ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒട്ടേറെ ആൾക്കാരെ കാണുന്നുണ്ട്. അത് കോശവളർച്ചയാണ്. കോശവളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറാണ്. അപ്പോൾ ആ മാതിരിയുള്ള കുറേ കാര്യത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണുന്നത് ഹൈലൈറ്റ് ചെയ്ത് മാത്രം എന്തോന്ന് ചെയ്തു കഴിഞ്ഞാൽ പോരാ. നമുക്ക് ക്യാൻസറിനകത്ത് ഏറ്റവും കൂടുതൽ വൈഷമ്യം അനുഭവിക്കുന്ന രോഗികൾക്ക് അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ആശ്വാസങ്ങൾ ഈ മാതിരി കാര്യത്തിൽ കിട്ടുന്നുണ്ട് എന്ന് ഇപ്പം നമ്മുടെ തന്നെ അറിയാം. നമ്മുടെ ബഹുമാനിയായ സ്പീക്കർ മയോ ക്ലിനിക്കിലാണ് പോയത് അമേരിക്കയിൽ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ആൻഡ് മോഡേൺ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഇൻ ദ വേൾഡ്. പോയി കഴിഞ്ഞൊക്കെ അദ്ദേഹത്തിന് വളരെ നിരാശയുള്ള കുടുംബാംഗങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്നവരെന്തോന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിതെല്ലാം വെച്ചിട്ട് ഒരു പൂർണ്ണമായ ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഡോക്ടർ, എൻ്റെ ഒരു ചോദ്യം, ഇപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ക്യാൻസറിന് ഒരു പ്രതിവിധി അല്ല, ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് നശിപ്പിക്കുക എന്നതാണ് കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അത് കൂടാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അല്ലാതെ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പിന്നെ പറയുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ എങ്കിലും അത് കൂടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ച് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആയുർവേദത്തിലും ഇത് കൂടാതിരിക്കുക എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ആണോ, അത് പരിപൂർണമായിട്ട് ഇതിനെ ഇല്ലാതാക്കാനുള്ള പ്രതിവിധി ആയുർവേദത്തിലുണ്ടോ? എങ്ങനെയാണ് ചികിത്സ? ആയുർവേദത്തിൽ ഈ 4 തരത്തിൽ വരുന്ന അർബുദങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നത് തന്നെയാണ്. പക്ഷേ ഒരു എൻഡ് സ്റ്റേജിലുള്ളൊരു പേഷ്യൻറ്റിനെ ഇപ്പോൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല. കാരണം അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒട്ടുമിക്കവാറും ആയുർവേദത്തില് ക്യാൻസർ എന്ന് പറഞ്ഞൊരു വേടേ ഇല്ല. ആയുർവേദത്തില് വിദ്രതി, അർബുദം, മുഴ, കവിള് വാർപ്പ്, മഹോദരം ഇങ്ങനെയുള്ള രോഗങ്ങൾ, നിസാര രോഗങ്ങൾ ഇപ്പോഴത്തെ അർബുദം ക്യാൻസർ അല്ല, അത് അനീമിയയിലാണ്. രക്താർബുദം കറക്റ്റ്, അതാണ് ഇതിന്റെ അർത്ഥം. രക്താർബുദം എന്ന് പറയുന്നത് മുഴ എങ്ങനെയാവുന്നത്, വിദ്രതി എങ്ങനെയാവുന്നത്, രക്തത്തിൽ വരുന്ന അർബുദം, മറ്റേ ഗ്രന്ഥികളിൽ വരുന്നതിന് അതിന് ഗ്രന്ഥി എന്ന് പറയും. വിവിധ പേര് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അതിൽ ഭാഷയുടെ വ്യത്യാസമല്ലല്ലോ ഇതിന്റെ, നമ്മുടെ തർക്കം അതല്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് ക്യാൻസറും ആശങ്കകളുമാണ്. അപ്പോൾ ആശങ്കയില്ലാതെ ഈ രോഗത്തെ സമീപിച്ചാൽ പെട്ടെന്ന് ക്യൂറാകും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന ക്യാൻസർ വളരെ പെട്ടെന്ന് തന്നെ ഗുണമാകുന്നുണ്ട്. കാരണം അവർക്ക് രോഗത്തിൻ്റെ ഭയമില്ല. അപ്പോൾ ഈ ആശങ്ക മാറ്റേണ്ടത് ഈ രോഗചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആശങ്ക ക്യാൻസർ ആണ് എന്ന് അറിയുമ്പോൾ തന്നെ, ഇപ്പോൾ മാഡം ചെയ്യുന്ന ഈ കാരുണ്യ ചാരിറ്റീസ്, നിങ്ങൾ ചെയ്യുന്ന ആ സർവീസിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് മാഡത്തിൻ്റെ പാദം തൊട്ട് തൊഴാൻ തോന്നുന്നു. അപ്പോൾ അതുപോലെ ഈ മനസ്സിലുണ്ടാകുന്ന ഈ വ്യാധി അതാണ് ആദിയാണ് വ്യാധിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ക്യാൻസർ ആണ് എന്ന് അറിയുമ്പോൾ തളർന്നു പോകുന്നവന് അതല്ല, നമുക്കിങ്ങനെ ഉണ്ട്, നമുക്ക് ഇന്ന വഴിയിൽ കൂടെ ചികിത്സിക്കാൻ പോകാം, നീ ഇത്ര ഭയപ്പെടേണ്ടതില്ല, രക്ഷപ്പെട്ടിട്ട്. ഇപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ബുക്ക് ഒരു വലിയ മെഡിസിൻ ആണെന്നാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞത്. അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓപ്റ്റിമിസ്റ്റിക് വ്യൂസ് കൊണ്ടിരുന്നു. അതുപോലെയുള്ള ആ ഒരു മനോഭാവമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു വേ ഓഫ് അപ്രോച്ച് ഈ പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടതല്ലേ? ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിടുമ്പോഴേ. അതേപോലെ വേറൊരു കാര്യം കൂടെ, ക്യാൻസർ എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റ ദിവസം ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടൊന്നും ആരും ക്യാൻസർ ചികിത്സയ്ക്ക് പോകത്തില്ല. ഒരു ലാബിലെ ഇതിൻ്റെ ഒരു 10 ഇടത്ത് പോകും. ഒരു ദിവസത്തെ ലാബ് റിപ്പോർട്ട് കൊണ്ട് ആരും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പോകത്തില്ല. കുറഞ്ഞ ഒരു 5 ഇടത്ത് പോയി കൺഫേം ചെയ്തിട്ടേ പോകാറുള്ളൂ. അതെല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ആ ഒരു ആശങ്ക അസ്ഥാനത്താണ്. അങ്ങനെ വേണ്ട. പക്ഷേ ഈ രോഗിയെ ചികിത്സിക്കുന്നവർക്കും എൻ്റെ മകന് ക്യാൻസറാന്ന് അറിയുമ്പോൾ തളർന്നു പോകുന്ന അച്ഛനും അമ്മയും, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ടത് പ്രത്യാശയാണ്. അപ്പോൾ ആ പ്രത്യാശയും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഈ ആശങ്ക ദൂരീകരണം ഇതിലെ ഏറ്റവും വലിയൊരു ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഈ ക്യാൻസർ പേഷ്യൻസ് ആദ്യമായിട്ട് ലാബിൽ പോകുമ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. അപ്പോൾ ആ ഒരു അലോപ്പതി ഡോക്ടറെ ആയിരിക്കും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്.
ലാബിൽ അല്ല ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ലാബിൽ നിന്ന് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടറിന് സംശയം വന്നു കഴിഞ്ഞാൽ ഒന്നുകിലും നമ്മളെ ഒരു സ്കാനിങ് അല്ലെങ്കിൽ MRI ചെയ്താൽ പോലും നമ്മൾക്ക് ഏത് ഭാഗത്താണോ ക്യാൻസർ എന്ന് അവർക്ക് സംശയമുള്ളത് അവിടുന്ന് ഇപ്പൊ പറഞ്ഞതുപോലെ സ്മിയർ ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് അയച്ച് അതിന്റെ ടെസ്റ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ലാബിലുള്ള ഒരു ലാബുകാർക്കും നമുക്ക് ക്യാൻസർ ആണെന്ന് പറയാനുള്ള അവകാശം ഇല്ല, അധികാരമില്ല. അത് ഡോക്ടറിന്റെ ഞങ്ങളെ സിദ്ധ സിസ്റ്റത്തിൽ നമ്മുടെ ശരീരത്തിൽ 14 ഫോഴ്സസ് ഉണ്ട്, വേഗങ്ങളിൽ ഞാൻ പറയും. അതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ക്യാൻസർ രോഗം വരുന്നു. അത് ഒരു കാരണമായിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശ്വാസം അത് നേരായ മാർഗത്തിൽ പോകണം. ചിലർ ആവശ്യമില്ലാതെ വെള്ളത്തിനടി ഒരുപാട് സമയം മുങ്ങിക്കിടക്കും. അപ്പോൾ അവിടെ ശ്വാസത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തുമ്മ വരുമ്പോൾ ഉടനെ തുമ്മിക്കണം. അതുപോലെ കോട്ടുവ വരുമ്പോൾ ഈ ആൾക്കാർ തിരക്ക് കണ്ട് നമ്മളെങ്ങനെ കോട്ടുവ ഇടുന്നത്, അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം, ഇത് ചില സമയങ്ങളിൽ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ സമയം കിട്ടില്ല. അവിടെ പലതരം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മോഷൻ തടസ്സപ്പെടുത്തിയാൽ പലതരം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കരയാൻ തോന്നും ചിലർക്ക്. പക്ഷേ ഈ ആൾക്കാരും തിരക്കുമുള്ള സമയത്ത് എങ്ങനെയാണ് കരയുന്നത്, അവിടെ തടസ്സപ്പെടുത്തും. ഇത് ഞങ്ങളെ ഇതിൽ പല അസുഖങ്ങൾ, ക്യാൻസർ മാത്രമല്ല പല രോഗങ്ങൾ വരാൻ ഒരു കാരണമായിട്ട് ഇത് പറയുന്നുണ്ട്. എന്നിരുന്നാലും പോലും ഫുഡിന് വലിയ ഒരു സ്ഥാനമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് രാസവസ്തുക്കൾ കലർന്ന പച്ചക്കറികളും മറ്റും കാര്യങ്ങൾ, അതിന് കാര്യമായ മാറ്റങ്ങളുണ്ടാകും. നല്ല പ്യുവർ വെജിറ്റബിൾസ് കഴിക്കണം, നല്ല ഫ്രൂട്ട്സ് കഴിക്കണം. ഈ ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ തന്നെ വ്യായാമം, അതിലേ കൂടെ തന്നെ സെൽസിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രക്രിയ കൂടുതൽ കിട്ടുന്നുണ്ട്. ക്യാൻസർ വന്നപ്പോൾ നമ്മുടെ ജീവിതശൈലികൾ കൊണ്ട് മാത്രമല്ല, ഏറ്റവും പ്രധാനം എനിക്ക് ചേച്ചി പറഞ്ഞു തന്നൊരു കാര്യം സജ്ജന സംസർഗം, നല്ല ചിന്ത. എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് എന്തോ ഭയങ്കര ഭയം. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ചിന്ത നമ്മൾക്ക് നാച്ചുറലായിട്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചേച്ചി എനിക്ക് തന്ന കൗൺസിലിംഗ് അതുപോലെ ചേച്ചിക്ക് എല്ലാവർക്കും നടന്നു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുപോലെ ഈ മീന എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന മാതിരി ഞാൻ എല്ലാ ട്രെയിനിൽ കയറില്ല, എല്ലാം ഭയമായിരുന്നു. നമ്മള് 2 കൊല്ലം മുമ്പ് ചേച്ചി 2 കൊല്ലം മുമ്പ് കണ്ട മീനു ആണോ ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മീനു അല്ലേ? അപ്പൊ ഇതാ നമ്മൾ ചുരുക്കം പറഞ്ഞ മീനുന് എന്നെ ചെറുതാ. അടുത്ത കൊല്ലം 25 വയസ്സാവും. മോനാണോ? മോന്. എന്ത് ക്യാൻസർ? ബ്ലഡ് ക്യാൻസർ. ഈ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എത്രയായി? 9 മാസം കഴിഞ്ഞ്. 9 മാസം. ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയോ? ട്രീറ്റ്മെന്റ് സെക്കൻഡ് കോഴ്സ് നടക്കുന്നു. എന്താ ഡോക്ടർ പറയുന്നത്? മാറും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിലെ കണ്ടുപിടിച്ചു, അവന് മാറും, കുട്ടിയാണ്, അവന് മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഇതുവരെ നടന്നിട്ടും ഇൻഫെക്ഷൻ അതൊന്നും വരാത്തതുകൊണ്ടും എനിക്ക് ആത്മവിശ്വാസമുണ്ട് എൻ്റെ കുഞ്ഞിന് സുഖമാകുമെന്ന്. പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചാണ് അറിയുന്നത്. അറിയുന്ന സമയം എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. അമ്മയും അച്ഛനും അന്ന് വെളിയിലൊരു ടെസ്റ്റിന് പോയിക്കായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് തന്നെയാണ് പറഞ്ഞത്, കരയൊന്നും വേണ്ട അമ്മ, ഇതാണ് അസുഖം, സ്റ്റാർട്ടിങ് ആണെന്ന്. കരഞ്ഞു ഞാനന്ന്. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഹസ്ബൻഡ് ഇല്ല, ഉപേക്ഷിച്ചിട്ട് പോയതാണ് എല്ലാം. അപ്പോൾ കുഞ്ഞ് 2 വയസ്സേ ഉള്ളായിരുന്നു അന്ന്. പിന്നെ അവിടുന്ന് ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. ഇന്ന് പോകാൻ പറ്റില്ല, നാളത്തേക്ക് എഴുതി തരാൻ പറഞ്ഞു. നാളത്തേക്ക് എഴുതി തന്നു. പിറ്റേന്നാണ് ഞങ്ങളോട് ഫെബ്രുവരി 7-ാം തീയതി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റെല്ലാം അമ്മയാണ് നോക്കുന്നത്. അമ്മയും അച്ഛനുമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുഞ്ഞിൻ്റെയും ചെലവാണോ? വെളിയിലെ ചിലവുകളുണ്ട്. നമ്മളവിടെ 6 മാസത്തോളം സ്റ്റേ ചെയ്ത് നിൽക്കണം, വെളിയിൽ റൂം എടുത്ത് തങ്ങണം. അപ്പം അതിൻ്റെ മരുന്നുകളൊക്കെ വളരെ വില കൂടിയ മരുന്നുകളാണോ? മരുന്നുകളുടെ വില നമുക്കറിയില്ല. അവർ എല്ലാം അത് ഹോസ്പിറ്റലിൽ തന്നെയാണ് ബില്ലടിച്ചെടുക്കുന്നതും. അങ്ങോട്ട് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. എല്ലാ മെഡിസിനും ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ്. ആണോ? പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് എല്ലാ ട്രീറ്റ്മെന്റ്. ഏതെങ്കിലും നിങ്ങൾക്ക് മറ്റേ കാർഡ് ഉണ്ടല്ലേ, BPL കാർഡ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്കീമിൽ പെടുത്തി കൊടുക്കും. 18 വയസ്സ് വരെ എനിക്ക് തോന്നുന്നു ചികിത്സ ഫ്രീ ആണ്. എല്ലാ തലത്തിലുള്ളവർക്കും ഫ്രീ ആണ്.
നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ താമസവും ഭക്ഷണവുമാണ് ആകെ വരുന്ന ബുദ്ധിമുട്ട്. ചികിത്സയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല അത് അവർക്ക് അതിന്റെ ഒരു താമസിക്കാൻ സ്ഥലങ്ങളുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. നമ്മളവിടെ എല്ലാം വലിയ ബോർഡുകൾ പലത്, ഞങ്ങളുടേത് മാത്രമല്ല വേറെയും പലതിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് താമസിക്കാം. അല്ല ഇവരെ ഞാൻ കുറച്ച് ദിവസമായി ഇവരുടെ കേസ് ഞാൻ കേൾക്കുന്നു. എന്റെ വീട്ടിലുള്ള ആണ് വസന്ത എന്നോടൊപ്പം നിൽക്കുന്ന ഒരു പോയി വരാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരാഴ്ച മുഴുക്കെ കൊണ്ടുപോയി വരെയാണ് മെഡിക്കൽ കോളേജിൽ. അപ്പൊ അവളെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, നിന്റെ വീട്ടിൽ നിർത്തിയേക്കും. ഞാൻ പറഞ്ഞ സന്തോഷമേ ഉള്ളൂ, എന്നെ കൊണ്ട് വെക്കുന്നത് ഞാൻ നോക്കിക്കോളാം, ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ എന്ത് വന്നാലും ഞാൻ കൊണ്ടുപോയിക്കോളാം, അതിനെക്കുറിച്ച് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 2 മാസത്തോളം എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ഇന്ന് വെളുപ്പിനെയും കൂടെ രാവിലെ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. വന്ന് നേരെ ഇങ്ങോട്ടാ വന്നേ. കുട്ടി തന്നെയാണോ പോയിട്ട് വരുന്നത്? തനിച്ചയാ പോയിട്ട് വരുന്നത്. പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ കൊച്ചിന് ക്യാൻസർ ആയിരുന്നു. ഇവിടെ RCCയിൽ 1.5 വർഷം ചികിത്സ. തലയിലായിരുന്നു. മെഡുല ഒംബ്ലേങ്കേറ്റ എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു. കരുണയിലാണ് താമസിച്ച് 1.5 വർഷവും കരുണയിൽ തന്നെയായിരുന്നു. ലേഖാമേടും അഞ്ജിതാമേടും ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ചികിത്സയ്ക്ക് പൈസ ചെലവുണ്ടായിരുന്നു? ഇല്ല. പിള്ളേർക്ക് ഫ്രീ ആയതുകൊണ്ട് ഇവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ വണ്ടിക്കൂലി ഒക്കെ ആയിട്ട് മാഡം തന്ന് സഹായിച്ചു. പിന്നെ ആശ്രയെന്ന് ലക്ഷ്മി മാഡം എന്ന് പറഞ്ഞ മാഡം വീട്ടിലിരുന്ന് കൊച്ചിന് പണിക്ക് പോകാണ്ട് വീട്ടിലിരുന്ന് കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ആട് വളർത്തലൊരു സംവിധാനം ഉണ്ടാക്കി തന്നു. അത് ആശ്രയയുടെ ഒരു പദ്ധതിയാണ്. ആശ്രയ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പദ്ധതിയാണ്. ഈ ആട് വളർത്താൻ തയ്യാറുള്ളവർക്ക് ആടിനെ കൊടുക്കുക, തയ്ക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് തയ്യൽ മെഷീൻ കൊടുക്കുക. അതുപോലെ അവരെന്താണോ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് അത് ചെയ്യാനുള്ള സൗകര്യം ആശ്രയക്കാർ ചെയ്തു കൊടുക്കും. 6 വയസ്സിലാണ് അസുഖം വന്നത്. ഇപ്പോൾ 8 വയസ്സായി. ഡോക്ടർ പറഞ്ഞു അസുഖമൊക്കെ പൂർണ്ണമായി മാറി, സാധാരണ പിള്ളേരെ പോലെ കണ്ടാൽ മതി എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം 4 മാസം 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് വരുന്നുണ്ട്. ചെക്കപ്പിന് അവരെന്താ ശരിക്കും ചെക്കപ്പ് ചെയ്യുന്നത്? എന്താണ് പരിശോധിച്ച് നോക്കും, നടത്തി നോക്കും. വീണ്ടും ബ്ലഡ് ഒക്കെ നോക്കും? ഇല്ല, അതൊന്നുമില്ല. സ്കാൻ ചെയ്ത് നോക്കും. MRI ചെയ്ത് നോക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാം. അപ്പൊ MRI ചെയ്തപ്പോൾ 2 ദിവസം മുന്നേ ചെയ്തപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. എത്ര കാലം വേണ്ടി വരും ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടോ? 2.5 വർഷത്തോളം. 2.5 വർഷം. ഇവിടെ മനുഷ്യൻ, വേദനിക്കുന്ന മനുഷ്യൻ ഓരോ രോഗം എങ്ങനെ മാറും നടക്കുന്നവരെ നമ്മൾ എന്തെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ കൊടുത്ത് അവരെ ഇത് കഴിക്കൂ ഇത് മാറുമെന്നല്ല, ശാസ്ത്രീയമായ പഠന നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് തെളിവുകളുള്ളത് മാത്രം ജനങ്ങളിലെത്തിക്കണം. അല്ലാതെ ഒരു രോഗം മാറുമെന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഇത് കഴിക്കൂ ഇത് ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുള്ള വ്യക്തിയല്ല ഞാൻ. ശാസ്ത്രീയ പഠനങ്ങളും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് ഇതേപോലെ ഓരോ സങ്കല്പ സസ്യങ്ങളാകാം, മറ്റ് മരുന്നുകളാകാം, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളാകാം, ഇതര ചികിത്സാ സമ്പ്രദായങ്ങളാകാം, തെളിയിക്കപ്പെട്ടിട്ട് ജനങ്ങളെത്തിക്കണം. അതെ, 8 വർഷമായി. തൈറോയിഡിൽ ക്യാൻസർ ആയിരുന്നു, കഴുത്തിലായിരുന്നു. 2 ഓപ്പറേഷൻ ചെയ്ത് പിന്നെ 1 വർഷത്തെ ചികിത്സ കൊണ്ട് RCCയിലെ ചികിത്സ കൊണ്ട് എനിക്ക് പൂർണ്ണ സുഖമായി. ഞാൻ ഭർത്താവ് മരിച്ചുപോയി. 3 കുട്ടികളെയും വളർത്ത് ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നു. അപ്പം പൂർണ്ണ ആരോഗ്യതയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം മാറി. ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. ഈ ചെക്കപ്പിന് പോകുമ്പോൾ എന്താ ചെയ്യും? 1 വർഷം കഴിഞ്ഞ് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചികിത്സയുടെ ഒരു ഭാരിച്ച ചെലവ് ഉണ്ടായിരുന്നു. എല്ലാം സംഘടനാപരമായിട്ട് തന്നെ ശശികല മാഡമൊക്കെ ഒരുപാട് സഹായിച്ചു. നമ്മുടെ ജീവിത രീതി, ഭക്ഷണ രീതി ഇതിനൊരു പ്രധാന കാരണമായി തോന്നുന്നുണ്ട്. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിനിലോ പച്ചക്കറിയോ ഒന്നും വിഷം അടിച്ചു വരുന്നതൊന്നും കഴിച്ചിട്ടേ ഇല്ല ലൈഫിൽ. കാരണം കണ്ണൂരെന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാം കൃഷി ചെയ്യുന്നു. ഇപ്പോഴും എല്ലാ പച്ചക്കറികളും വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നു. അദ്ദേഹം അത് കഴിച്ചാണ് 20 വയസ്സ് വരെയും വളർന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് സിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോഴും പച്ചക്കറി കടയിൽ പോയി നിന്ന് ചോദിക്കും ഇത് എവിടെ നിന്ന് വരുന്ന പച്ചക്കറിയാണ്. എന്നിട്ട് ആ സ്ഥലത്ത് നല്ല ഈ വളം മാത്രം യൂസ് ചെയ്യുന്നതാണോ കെമിക്കൽസ് യൂസ് ചെയ്യുന്നതാണോ എന്നൊക്കെ പുള്ളിക്ക് അറിയാം. പുള്ളി അതെല്ലാം റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ചാണകവും അതും ഇതൊക്കെ മാത്രം ഇട്ട് വളർത്തുന്ന സ്ഥലത്തുനിന്ന് വരുന്ന പച്ചക്കറികളെ പുള്ളി ഉപയോഗിക്കുള്ളൂ. ഒരു കാലയളവിൽ പുള്ളി മീൻ കഴിക്കില്ല. കാരണം ആ സമയത്താണ് ട്രോളിങ് നടത്തുന്ന സമയത്ത് ഈ ഡീസലും പെട്രോളും ഒക്കെ ഉള്ള. അപ്പം ഇങ്ങനെയെല്ലാം നോക്കിയ വ്യക്തിക്ക് വളരെ നല്ല പ്രായത്തിൽ തന്നെ ഇൻറ്റസ്റ്റൈനിൽ ക്യാൻസർ വന്നു.
അപ്പം എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ തിരിഞ്ഞു കടിക്കാത്തത് എന്തും കഴിക്കും. പക്ഷെ അദ്ദേഹം ആരോഗ്യവാനാണ്, ദൈവം അങ്ങനെ തന്നെ ഇരുത്തട്ടെ. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പം ഞങ്ങളുടെ മുൻപിൽ തന്നെ 2 എക്സാമ്പിളാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടെ ഭക്ഷണം കഴിച്ച ഒരച്ഛനും ഒന്നും നോക്കാതെ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു അച്ഛനെയും വെച്ച് നോക്കുമ്പോൾ എല്ലാം വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് 100% ഉറപ്പാണ് അച്ഛൻ മായം എന്നൊരു ഇന്ന് വരെ മുളക് പൊടി വാങ്ങിച്ചിട്ടില്ല, മല്ലിപ്പൊടി വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നോക്കിയ ഒരു വ്യക്തി ഇൻഡസ്ട്രൈനിലെ ക്യാൻസർ ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ വക വിശ്വാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റീസൺ ഇപ്പോഴും അൺനോൺ ആണ്. ഇത് കാരണം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ഹാംഫുൾ ഈ ശരീരത്തിന് അല്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ എന്ത് രോഗമാണെങ്കിലും വരാനുള്ളപ്പോൾ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് നേരിടുക. ഇത് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. ലേയ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കരുണയിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇവിടെ എല്ലാം അദ്ദേഹം പറയണ മാത്രമല്ല, നമ്മുടെയൊക്കെ അനുഭവം അത് തന്നെയാണ്. എല്ലാം വിഷമയമാണ്. അരിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും എല്ലാം വിഷമയമാണ്. അപ്പോൾ ഈ അവിടെ ഉള്ളവരെല്ലാം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അവർക്കപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം? മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അവിടെ തന്നെ പൊടിപ്പിക്കുക, മുളക് വാങ്ങിച്ച് പൊടിപ്പിക്കുക. മഞ്ഞളും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഗോതമ്പ് മേടിച്ച് ഉണക്കി പൊടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. അത്രയൊക്കെ പറ്റുള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ വരുന്നതാണ്. പിന്നെ കയ്യിൽ നിന്ന് നടാൻ നോക്കിയിട്ടുണ്ട്. അല്ല, വെജിറ്റബിൾസ് നടാൻ കുറച്ച് സ്ഥലമുണ്ട്, അങ്ങനെ നടാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാൻസറിന്റെ കാരണം ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. അത് 100% ശരിയല്ല. ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഇങ്ങനെയാണ്. നമ്മുടെ കോശങ്ങൾ ഒരു ഇങ്ങനെ മൈറ്റോസ് എന്നാണ് ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരേ തരത്തിൽ തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന് മൾട്ടിപ്ലൈ ചെയ്താണ് ഓരോ അവയവങ്ങളിലോട്ട് വന്ന് വലിയ മനുഷ്യനായിട്ട് മാറുന്നത്. ഒരു ഭ്രൂണത്തിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം അതിൽ ആ മൈറ്റോസിസ് വരുമ്പോൾ ഐഡൻറ്റിക്കൽ സെൽസിനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോശം ഡിവൈഡ് ചെയ്യുമ്പോൾ അതേപോലുള്ള ഒരു കോശം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഐഡൻറ്റിക്കൽ അല്ലാത്ത വേറൊരു കോശം ഡെവലപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ ഇതിനകത്ത് ഈ ഇന്ത്യക്കകത്ത് ഒരു ഭീകരൻ വന്ന് രംഗത്തിറങ്ങുന്നു എന്ന് വിചാരിച്ചു. ഇവിടെ ഇൻ്റലിജൻസ് ഉണ്ടോ, അതുകൊണ്ട് ഇവരുണ്ട്, പിടിക്കും, അവനെ അകത്താക്കും. പക്ഷേ ഈ കോശങ്ങൾ രംഗത്ത് വരുന്ന സമയം തന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ചില വിജിലൻസ് സിസ്റ്റം ഉണ്ട്. ഇത് സാധാരണ കോശമല്ല എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ വിജിലൻസ് സിസ്റ്റത്തിൽ ചില ആൻറ്റിബോഡീസ് ഉണ്ട്. അതിനോട് ഞാൻ പേരുകൾ പറയുന്നില്ല. അതുപോലെ ചില കോശങ്ങളുണ്ട്, പട്ടാളക്കാർ പോകും പോലെ NK സെൽസ്, അതുപോലെ പലരും ഉണ്ട്, ട്യൂമർ നെക്രോസ് ഫാക്ടർ. അതുപോലെ ഇതെല്ലാം അവിടെ ഓടിയെത്തും, ഇവനെ പിടിക്കും, കൊല്ലും. അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ ഒരു വ്യക്തിക്ക് ക്യാൻസർ വരാത്തത്. പക്ഷേ ഇതിനെ ഒരു രീതിയിൽ രോഗപ്രതിരോധ ശക്തി എന്ന് പറയാം. ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി. ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ തന്നെ അടിപിടി, രാഷ്ട്രീയ പാർട്ടികളോ മത സംഘടന അടിപിടി നടക്കുമ്പോൾ ഇവിടെ ഒരു ഭീകരൻ ഇവിടുത്തെ രംഗത്തിറങ്ങുന്നത് ആരും കാണില്ല. ഇവരെല്ലാം ഉറങ്ങിക്കിടക്കും. അത് സപ്രസ്ഡ് ആയിരിക്കുമ്പോൾ ഈ ഭീകരൻ, ഈ തെറ്റായി വന്ന കോശങ്ങൾ അവൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വളർന്ന് ഒരു വലിയൊരു ഇതായി മാറുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാതായി മാറും. അതൊരു ക്യാൻസറായി മാറും. അതാണ് ശാസ്ത്രം പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി ബ്ലോക്ക് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന ചില ഫാക്ടറിലൊന്നാണ് മാനസിക പിരിമുറുക്കം. അമിതമായ ആധി, നേരത്തെ ഒരമ്മച്ചി പറഞ്ഞ പോലെ ഞാൻ 100% യോജിക്കുന്നുണ്ട്, വ്യാധിയാക്കി മാറ്റും. അപ്പോൾ ആ NK സെൽസും അതുപോലുള്ള ചില ട്യൂമർ നെക്രോസ് ഇതെല്ലാം സപ്രസ്ഡ് ആകും. ഈ ഭീകരൻ അവിടെ വളർന്നൊരു ക്യാൻസറായി മാറും. അതേപോലെ അത് വന്നു പോയാൽ തന്നെയും നമ്മൾ ആദി കൂടാതെ ആത്മവിശ്വാസത്തോട് നേരിടുമെങ്കിൽ നമ്മളെ പ്രതിരോധ ശക്തി സജീവമാകും, ഇവനെ വരും, നശിപ്പിക്കും. അപ്പം നമുക്ക് പ്രതിരോധത്തിന് വേണ്ടത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടിയെടുക്കുന്ന ജീവിതശൈലിയാണ്. അതിൽ ഞാനിപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു, പലതും അലോപ്പതി, ആയുർവേദ, പിന്നെ യോഗ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ആത്മധൈര്യം നൽകുന്നതിന് വളരെ ഗുണപ്രദമാണ്. ധ്യാനമാർഗങ്ങൾ, ആത്മധൈര്യം തന്നെ, അതൊക്കെ നമ്മളെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതാണ്. മദ്യവിരോധന പ്രസ്ഥാനത്തിനും ഏതാനും പുകവലിക്കെതിരായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. പുകവലിയിരുന്നിട്ട് ഞാൻ ദൂഷ്യവശങ്ങൾ, ഇത് വലിച്ചാൽ ക്യാൻസർ വരും, ഇത് വലിച്ചാൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ അവർ എന്നോട് ബോധവൽക്കരിക്കുക. എന്നോട് നോക്കുന്നത് തിരിച്ച്, പുകവലിക്കാത്തവർ ക്യാൻസർ കണ്ടിട്ടില്ലേ, കള്ളു കുടിക്കാത്തവരൊക്കെ കള്ളു പിടിച്ചിട്ടില്ലേ, അപ്പൊ ഡോക്ടർ എന്തിനാ പുകവലിക്കരുത് എന്ന് പറഞ്ഞത്? അപ്പൊ ഇതേപോലുള്ള ഒരു ന്യായീകരണമാണ് ഇത് പറയുന്നത്. പൊതുവായി ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം ലെവലിൽ പോകരുത്. ആഹാരക്രമത്തിന് ഗുണപ്രദവും ഹാനികരമല്ലാത്ത ടോക്സിക് കെമിക്കൽസ് ഇല്ലാത്ത ആഹാരക്രമം വേണം. ഒന്ന്.
ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഒന്ന് ആഹാരക്രമം, അത് സമയം പറഞ്ഞു, രാവിലെ ഉച്ചക്ക്, അതിന് സമയനിഷ്ഠ ഇന്ന് ജനങ്ങൾ കളയുകയാണ്. 2 ഉറക്കശൈലി, അതും കുറുക്കൻ്റെ ഉറക്കശൈലിയാണ് ഇന്ന് പല മനുഷ്യരും ചെയ്യുന്നത്, അതും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതേപോലെ തന്നെയാണ് ഈ വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇന്ന് മനുഷ്യൻ മൃഗീയമായ പല സ്വഭാവങ്ങളിൽ നമ്മുടെ പരിസരം വിഷാംശമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശ്വസനക്രിയത്തിൽ കൂടെ പോലും ടോക്സിക് കെമിക്കൽസാണ് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അവർ പരിസരം മലിനീകരണം മാറ്റണം, ആഹാരം നിയന്ത്രിക്കണം, ജീവിതശൈലിയിൽ ബയോറിതം എന്ന് ഞങ്ങൾ പറയും. പ്രകൃതി നമുക്കൊരു താളക്രമം തന്നിട്ടുണ്ട്, അതിന് യോജിച്ച രീതിയിൽ വായിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇത് ചെയ്താൽ രോഗം വന്നു പോവില്ലേ, ഞാൻ ചത്തുപോയി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ന്യായീകരണമല്ല. നമ്മൾ പഠനങ്ങൾ നടത്തുന്നത് എത്ര % പുകവലിക്കാർക്ക് ക്യാൻസർ വരുന്നു, പുകവലിക്കാത്തവർ ക്യാൻസർ വരുന്നു. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് പുകവലി ദൂഷ്യം വിഷമെന്ന് പറയുന്നത്. അതുപോലെ കമ്പാരിറ്റീവ് സ്റ്റഡി, അതാണ് ഞാൻ ശാസ്ത്രീയ നിഗമനങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതെ ഒരു വാക് ചാതുര്യം കൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും പിടിച്ചു നിൽക്കരുത്. യഥാർത്ഥം സയൻസാണ്, സയൻസ് വഴി പോകണം. പ്രിവെന്റീവ് മെഡിസിൻ എന്താണ് ഡോക്ടർ? എനിക്ക് ചെയ്യുന്ന ഒത്തിരി മരുന്നുകളുണ്ട് പ്രിവെന്റീവ് മെഡിസിൻസ് ആയിട്ട്. ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ധാരാളം കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം, എല്ലാവരും ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ അങ്ങനെയാണ്. എനിക്കൊരു ചെറിയ സംശയം, ഈ എനിക്ക് ക്യാൻസർ വരുമോ എന്നുള്ള ആങ്സൈറ്റി തന്നെ എനിക്ക് ക്യാൻസർ ഉണ്ടാക്കില്ലേ എന്നൊരു സംശയം. ഉണ്ടാക്കില്ലേ? കാരണം എൻ്റെ വല്യമ്മ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ്. എൻ്റെ വല്യമ്മ രാവിലെ ഉണർന്ന് വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യം ഭഗവാനെ എന്ത് രോഗം വന്നാലും എനിക്ക് ക്യാൻസർ വരല്ലേ എന്ന് രാവിലെയും വൈകുന്നേരം ഇത് പറഞ്ഞ വരാത്ത രോഗത്തിന് എന്തിനാണ് ഇങ്ങനെ ഞാൻ ചീത്ത പറയുമായിരുന്നു. പക്ഷെ ക്യാൻസർ തന്നെ വന്നാണ് അവർ മരിച്ചത്. ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. മാനസിക പിരിമുറുക്കവും ക്യാൻസർ എല്ലാവരുടെ, ഞാൻ വേറൊരു ഡോക്ടർ പറഞ്ഞ് എനിക്കൊരു ചെറിയ അറിവ് കിട്ടിയത്, എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസർ സെല്ലുണ്ട്. പക്ഷേ അത് മൾട്ടിപ്പിൾ ആവണോ വേണ്ടയോ എന്നുള്ളത് പകുതി നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്ന എത്ര ശതമാനം? കുറച്ച് പ്രിവെന്റീവ് മെഡിസിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളെ ബാലസഞ്ജീവി മാത്തിരൈ എന്ന് പറയുന്ന ഒരു ചെറിയ ഗുളിക, ഇത് കൊച്ചുങ്ങൾക്ക് മുതൽ വളർന്ന ആൾക്കാർക്ക് വരെ അല്ല ബാലസഞ്ജീവി, ഇത് ഒരു സഞ്ജീവിനി ഒരു ആക്ഷൻ ഉള്ളതാണ്. ഈ ഗുളിക 2 ഗുളിക വീതം 3 നേരം ജീരകവും തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തുടർന്ന് കഴിച്ചു വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ക്യാൻസർ മാത്രമല്ല ഒരു അസുഖവും ഉണ്ടാകും. പ്രിവെന്റീവ് മെഡിസിൻ. പക്ഷേ ഇത് രാവിലെ എണീറ്റിട്ട് എനിക്ക് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അങ്ങനെ പറയണ്ട. ഇത് എല്ലാത്തിനും പല ആൻസൈറ്റി തന്നെ ക്യാൻസർ ഉണ്ടാക്കും. ഡോക്ടർ മറന്നേക്ക് അല്ല ദിവസം ഇത് ചെയ്യും. അല്ല ഒരു മിനിറ്റ്, ക്യാൻസറും അതിന്റെ ആശങ്കകളും. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനബോധവൽക്കരണമാണ്. ഈ മേഖലയിൽ ജനബോധവൽക്കരണം ഇല്ല. ജനറലായിട്ട് പറയും സിഗരറ്റ് വലിച്ചാൽ അത് വരും, അല്ലെങ്കിൽ ഇത് വലിച്ചാൽ അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നുള്ളത് അല്ല. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ ആഹാരത്തിൽ പ്രധാന ഒരു പങ്ക് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ദോഷകരമായിട്ട് ഭവിക്കുന്നത്, ശരീരം ദുഷിക്കുന്നത് വിരുദ്ധങ്ങളായ ആഹാരങ്ങൾ കുറേ പട്ടികകളെ ഉണ്ട് അതിനകത്ത്. അതായത് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിയിറച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തൈര് കഴിക്കാൻ പാടില്ല, മത്സ്യത്തിൻ്റെ കൂടെ മോര് വർജിക്കേണ്ടതാണ്, ചൂടുള്ള പദാർത്ഥങ്ങളിൽ തേൻ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം വിഷമായി ശരീരത്തിൽ ഭവിക്കുമെന്നാണ് ആയുർവേദവും പറയുന്നത്. ഇതിലും പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരിക്കുകയും ആൾട്ടർനേറ്റ് സമ്പ്രദായത്തിലുള്ള ചികിത്സാവിധികൾ വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് സംവിധാനം ഒരുക്കുകയും വേണം. ഇപ്പോൾ ഞാൻ ഒരു അവകാശവാദം ഉന്നയിച്ചു, ഞാൻ അതിൻ്റെ ചികിത്സാ സമ്പ്രദായം എന്താണ് സ്വീകരിച്ചതെന്ന് ഗവൺമെൻറ്റിന് കൈമാറുകയാണെങ്കിൽ, കാരണം വ്യക്തിക്കത് സ്ഥാപിക്കാൻ സാധാരണ ഒരു വൈദ്യനെയോ അല്ലെങ്കിൽ സാധാരണ ഡോക്ടറെ കൊണ്ടുപോലും സ്ഥാപിക്കത്തില്ല. അതിന് അനേകം കോടിക്കണക്കിന് രൂപ വേണം ആ മാതിരിയുള്ള ലബോറട്ടറികൾ സ്ഥാപിക്കാൻ. ആ മാതിരിയുള്ള ലബോറട്ടറികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നന്ന് കൊടുക്കുന്ന മരുന്നുകൾ മനുഷ്യ ശരീരത്തിൽ ഏത് മാറ്റങ്ങളാണ് വരുത്തുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് വെസ്റ്റേൺ കൺട്രീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിൽ ഇപ്പം ജർമ്മനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ്. അതായത് മെജോറിറ്റി ക്യാൻസർ ചികിത്സയ്ക്കും
പണച്ചെലവേ വരുന്നില്ല എന്നുള്ളൊരു വലിയ നല്ല വർത്തമാനം. അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അതിന് ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇവിടെ എന്നേക്കാൾ പരിചയം വളരെയേറെ എന്തോന്നുള്ള ഒരു ഇരിപ്പുണ്ട്. സോഡിയം ബൈകാർബണേറ്റ്, അതായത് നമ്മുടെ വീട്ടിലെ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡയുടെ 3 ഇരട്ടി മധുരം ചേർന്ന നാച്ചുറൽ വസ്തുക്കൾ, തേൻ മാതിരിയുള്ളത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം 5 മുതൽ 7 ടീസ്പൂൺ വരെ രോഗിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലോപ്പതി സമ്പ്രദായത്തിലോ പാത്തോളജിയിലോ പറയുന്ന അയാളുടെ pH വാല്യൂ ഉയരും. ആ pH വാല്യൂ 2-3 ആഴ്ച കൊണ്ട് ഉയരുമെന്നാണ് ഡോക്ടർ ലെനോർഡ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിനകത്ത് ശാസ്ത്രദൃഷ്ടിയെ ബോധ്യപ്പെടുത്തിയേക്കുന്നത്. ഈ മാതിരി വരുന്നതിന് ഒരു സമിതിയെ തന്നെ സർക്കാർ ഉണ്ടാക്കണം. സർക്കാർ ഉണ്ടാക്കിയിട്ട് ഈ മാതിരി വരുന്ന അന്താരാഷ്ട്ര ന്യൂസുകൾ നമ്മുടെ ഇവിടുത്തെ രോഗികൾക്ക് ഗുണപ്രദമാകുമോ? എനിക്ക് ആയുർവേദം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇതൊരു നല്ല ശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തെ പിക്കപ്പ് ചെയ്യണം. നമ്മൾ രോഗികളിൽ കൊടുത്തു നോക്കണം. യാതൊരു ദോഷമുള്ള കാര്യമല്ല. കാരണം തേനും സോഡാക്കാരവും മാത്രമാണ്. അപ്പോൾ ഈ മാതിരിയുള്ള കാര്യത്തിനകത്ത് വാലിഡേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മുൻകൈ എടുത്തെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഹോമിയോ ആയാലും സിദ്ധ ആയാലും ഇതിനകത്താണെന്നുണ്ടെങ്കിലും അതിന് കിട്ടുന്ന ഗുണം ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ട് ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ജനങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ ബോധവൽക്കരണം. ഇപ്പം നിങ്ങളിത് ദൂഷിച്ചതാണ്. നിങ്ങളിന്ന് കോഴിയിറച്ചി കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാൻ പാടില്ല. മത്സ്യത്തിൻ്റെ കൂടെ നിങ്ങൾ മോര് കൂട്ടാൻ പാടില്ല, അല്ലെങ്കിൽ തേൻ ചൂടാക്കി കഴിക്കാൻ പാടില്ല. അത് ജനങ്ങളുടെ ഇടയിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ അറിയാവൂ. അപ്പോൾ ഈ മാതിരിയുള്ള ബോധവൽക്കരണം ഉണ്ടാകുകയാണെങ്കിൽ ജനത്തിന് ആശങ്ക വരുത്തില്ല. അവർക്ക് മുൻകരുതലുകൾ ധാരാളം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കഴിയുന്നത് അത് പുറത്തു പറയാതെ മൂടി വയ്ക്കാൻ പലരും ഒരു ശ്രമം നടത്താറുണ്ട്. അതെന്തുകൊണ്ടാണ്? സമൂഹം ഇത് എന്ത് രീതിയിൽ കാണും എന്നാണോ? എന്താണ് ഇതിൻ്റെ? അതിലൊരു 50% അജ്ഞതയാണ്. കാരണം ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിനെ ഭയത്തോടെ വീക്ഷിക്കുന്നവരുണ്ട്, അറപ്പോടെ വീക്ഷിക്കുന്നവരുണ്ട്, സിമ്പതിയോടെ വീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ക്യാൻസർ വന്നു, ഞാനത് ഫൈറ്റ് ചെയ്തു, ഞാൻ അതിൻ്റെ അകത്തുനിന്ന് മുക്തി നേടി, എനിക്ക് ഇന്ന കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ അതല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് ക്യാൻസർ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിന്, സമൂഹത്തിന് മൊത്തത്തിൽ. ഇതിനെ ഇപ്പം ഇവിടെ 2 ഡോക്ടേഴ്സ്, ഡോക്ടർ ജെറൂസും ഇദ്ദേഹവും പറഞ്ഞതുപോലെ ഒരു അവബോധം, ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ദി ഗവൺമെൻറ് ക്യാൻ ഡു സംതിങ്. അത് വന്നിട്ട് സ്കൂൾ ലെവലിൽ വി ആർ ടീച്ചിങ് അൺനെസസറി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വൈ ഡോണ്ട് വി ടീച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇൻ ദി സ്കൂൾ ലെവലിൽ നിന്ന് നമുക്കത് തുടങ്ങാം. അതൊന്ന് ചിന്തിക്കാനുള്ളൊരു വിഷയമാണ്. ചേച്ചി പോലെയുള്ള അല്ലെങ്കിൽ കുറച്ച് എന്താ പറയണ ബുദ്ധിജീവികളൊക്കെ അതൊന്ന് ആലോചിച്ചാൽ വളരെ നന്നാണ്. അടുത്ത ജനറേഷനെങ്കിലും ഒരു വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. നല്ലൊരു സജഷനാണ്. സ്കൂൾ ലെവലില് കരിക്കുലത്തില് പിള്ളേർക്ക് സിലബസില് ഒരു 5ാം ക്ലാസ് തൊട്ട് നമ്മളിപ്പോ പറയുന്നുണ്ട് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം. എന്തുകൊണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ആളുകൾ ആലോചിക്കുന്നില്ല? ശരിയല്ലേ ഞാൻ ചോദിക്കുന്നത്? അങ്ങനെയൊന്നാവാം. A+B². അത് എഞ്ചിനീയർ ആവാൻ ഒഴിഞ്ഞു വെച്ചവന് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതൊരു സാധാരണ മനുഷ്യന് they don't have any use. ഹിസ്റ്ററി പഠിക്കാം, ശരിയാണ്, അത് അറിവ് വർദ്ധിപ്പിക്കും. പക്ഷേ കണക്കിൻ്റെ ട്രിഗണോമെട്രി എനിക്ക് ഞാൻ ഒരുപാട് ഹേറ്റ് ചെയ്തൊരു വിഷയമാണ് ട്രിഗണോമെട്രി. കണക്കിൻ്റെ 3 എന്താ പറയുക സെക്ഷൻസിൽ അരിത്മെറ്റിക്, ആൽജിബ്ര, ട്രിഗണോമെട്രി ഞാൻ ആ സൈഡിൽ ക്ലാസ്സിൽ പോലും കയറാറില്ല. അങ്ങനെയായിരുന്നു. ബിക്കോസ് അതുകൊണ്ട് എനിക്ക് ഇന്ന് എന്തോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. Why don't we teach healthy lifestyle? ഞാനൊരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. അല്ല, ഇതിപ്പോ ക്യാൻസറിന്റെ ആശങ്കകൾ അകറ്റാൻ ഒരു മാർഗമുള്ളത് എന്താന്ന് വെച്ചാൽ ക്യാൻസറിനെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. ഗവൺമെൻറ് തലത്തിൽ മരുന്നിന് വില കുറയ്ക്കാനുള്ള ഒരു സംവിധാനം വരിക. കാരണം ആശങ്കകൾ അപ്പം തന്നെ ഒഴിഞ്ഞു.
ചിലവ് ഒരുപാട് കുറയുകയാണെങ്കിൽ പകുതിയിൽ മുക്കാൽ ആശങ്കകളും ഒഴിഞ്ഞു. ആരും രോഗത്തിനല്ല ഭയക്കുന്നത്, രോഗം എങ്ങനെ നേരിടും എന്നുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് എല്ലാവരും. അത് തന്നെയാണ് ഇത് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എല്ലാവരോടും. വൈദ്യരൊന്ന് പറയുക, എന്താണ് ഇനി ജനങ്ങൾക്ക് ഇതിൽ കൂടി ഒരു ബോധവൽക്കരണം നടക്കേണ്ടത്? എന്ത് രീതിയിലാണ്? അതിപ്പോൾ ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയ്ക്കും അതല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും എന്ത് രീതിയിലുള്ള ഒരു ബോധവൽക്കരണമാണ് വേണ്ടത്? ഒന്ന്, ചികിത്സ തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ സ്വന്തം ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അലോപ്പതിയോടാണ് സ്നേഹമെങ്കിൽ അലോപ്പതിയോടെടുത്ത് പോകാനൊക്കും. എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും അലോപ്പതി ചികിത്സകൾ ഫെയിലിയറായ കേസുകളാണ് വൈദ്യരെ ഒന്ന് നോക്കാമോ എന്ന് ചിന്തിച്ച് വന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു രോഗിക്ക് തൻ്റെ യൂറിനറി ബ്ലാഡറിൽ ക്യാൻസർ ഉണ്ട്. ക്യാൻസറിൻ്റെ പേര് കാർസിനോമ സർക്കോമ. വൈദ്യമേഖലയിൽ ഇരിക്കുന്നവർക്ക് അതറിയാം. കാർസിനോമ സർക്കോമ വന്നു. അദ്ദേഹത്തെ കോട്ടയത്ത് സ്കാനിങ് ചെയ്തു. കോട്ടയത്ത് സ്കാനിങ് ചെയ്തിട്ട് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് എറണാകുളത്ത് ഇത് ചികിത്സിക്കുന്ന ഒരു പ്രമുഖ ഡോക്ടറുടെ കീഴിലോട്ട് വിട്ടു. ഞാൻ പേരുകൾ എന്നല്ല, ഫയൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കിനി ഒരു പ്രതിവിധിയേ ഉള്ളൂ, അത് വളരെയേറെ ഗുരുതരാവസ്ഥയിലാണ്, അതുകൊണ്ട് യൂറിനറി ബ്ലാഡർ നീക്കം ചെയ്തിട്ട് നിങ്ങൾ ട്യൂബ് വെച്ച് തരാൻ ഞാൻ. അപ്പോൾ അദ്ദേഹം വളരെയേറെ വൈഷമ്യം അനുഭവിച്ചു. അദ്ദേഹം ഇങ്ങനെ ജീവിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു പറഞ്ഞു, ഇങ്ങനെ ഒരാളുടെ ചികിത്സയിൽ നമുക്ക് പോകാം. എൻ്റെ അടുത്ത് വന്ന് ഞാൻ കംപ്ലീറ്റ് റെക്കോർഡുകളും നോക്കി. ബിക്കോസ് ഐ സ്റ്റഡീസ് അലോപ്പതിക് പാത്തോളജി ആൻഡ് വേരിയസ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. അത് മറ്റൊന്നിനുമല്ല, ഇറ്റ് ഹെൽപ്സ് ടു ഡയഗ്നോസിസ്. അറിവിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ടെസ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകളും എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലേക്ക് അത് ട്രാൻസ്ഫറും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാന്തനം അദ്ദേഹത്തിന് മാനസികമായിട്ട് കൊടുത്തത് എൻ്റെ ഒരു വെറുതെ വിൽ പവർ വെച്ച് അദ്ദേഹത്തിൻ്റെ കത്തിൽ പോലും അത് സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ 90 ദിവസം കേട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് വളരെയേറെ എന്തോന്ന് കിട്ടും. എൻ്റെ മുമ്പിലിരുന്ന അദ്ദേഹം ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ മുമ്പിലിരുന്ന് കരയുകയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, 90 ദിവസം മരുന്ന് എല്ലാം കറക്റ്റായിട്ട് കഴിച്ചാൽ മതി. ആ മരുന്നുകൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പോയി കണ്ട ഡോക്ടർമാരുടെ അടുത്ത്, എൻ്റെ അടുത്ത് വേണ്ട, ഐ ഹാവ് ഗോട്ട് നോ ഡയറക്ഷൻ ഓൾസോ. നിങ്ങൾ പോയി കണ്ട ഡോക്ടറുടെ അടുത്ത്, കോട്ടയമായിരുന്നു, എറണാകുളത്തായിരുന്നു, അവിടെ എല്ലാം പോയി വർഷങ്ങളോളം, ഇന്ന് വർഷം ഏകദേശം 12 വർഷത്തോളം കഴിഞ്ഞു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ എല്ലാവിധ മെഡിക്കൽ ടെസ്റ്റുകളും എനിക്ക് കോപ്പി അയച്ചു തരുന്നതുകൊണ്ട് യാതൊരു വിധവും കുഴപ്പമില്ല. 25 വർഷത്തിലേറെയായി ബ്രസ്റ്റ് ക്യാൻസർ പിടിച്ച പേഷ്യൻറ്റ് ഇന്നും ചികിത്സിച്ചത് ഭേദമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംബഡി ഈസ് ആസ്കിങ്, എൻ്റെ വാലിഡേഷൻ എന്താ? അദ്ദേഹം ചോദിച്ച പോലെ ശാസ്ത്രീയ തെളിവ് എന്താ? എനിക്ക് തരാനില്ല. ആ ശാസ്ത്രീയ തെളിവ് ഉണ്ടാക്കാൻ എനിക്ക് നിർവാഹവും ഇല്ല. കാരണം അത്രയേറെ സാമ്പത്തിക ചെലവുകൾ വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഗവൺമെൻറ്റിന് മുൻകരുതലെടുക്കണം. അത് ഞാൻ പറയാൻ കാരണം ഒന്നുകൂടെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ മുകളിലത്തെ നിലയിൽ കേരള സർക്കാർ മുൻകൈ എടുത്ത് ഒരു ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങോട്ട് പോകുന്നവരെ ഏത് കണ്ണാലാണ് പിന്നെ കാണുന്നത്? അത് മറ്റ് ഒരു സംസ്ഥാനത്ത് പോലും നില, നമ്മൾ അയൽനാട്ടിലായ തമിഴ്നാട്ടിൽ ഞാൻ പലപ്പോഴും പോകുന്നതാണ്, അവിടെ ഈ വേരിയേഷൻ ഇല്ല. തമിഴ്നാട്ടിലുള്ള അലോപ്പതിക് ഡോക്ടേഴ്സ് പലരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്, നല്ല ചികിത്സയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു ചിറ്റമ്പ നയമാണ് സ്വീകരിച്ച് കാണുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ RCCയിൽ തുടങ്ങിയ ഏകദേശം ഇന്ന് നിന്ന മട്ടാണ്. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാഡം പറഞ്ഞു കെയർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കീമോ കഴിഞ്ഞ ശേഷം അതിന് ധാരാളം രസായന ചികിത്സകളുണ്ട്. അവരെ അടുത്ത കീമോ ആകുന്നതിന് മുമ്പേ ആ ബോഡിയെ സജ്ജമാക്കാനായിട്ട് ആ മാതിരിയുള്ള രസായന ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കീമോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ശരീരം വെൽ ബിൽറ്റ് ആക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ആയുർവേദത്തിലുണ്ട്. കോട്ടയ്ക്കലും ബാക്കിയുള്ള സ്ഥാപനങ്ങളും തൃശ്ശൂർ അമല ക്യാൻസർ സെൻ്ററും ഒക്കെ ചേർന്ന് അത് നടപ്പാക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റൂ. അതിനായിട്ട് ഈ ഗവൺമെൻറ് 100-100 കോടി രൂപ കളയുന്നത് അനേക ലക്ഷം ആൾക്കാരുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കുന്നതിന് ഉതകും. അതാണ് എൻ്റെ അഭിപ്രായം. പറയൂ ഡോക്ടർ, എന്താണ് ക്യാൻസർ രോഗികൾക്കുള്ള സന്ദേശം? എനിക്ക് പറയാനുള്ളത്, ധാരാളം പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഉണ്ട്, അതിനൊന്ന് പരീക്ഷിക്കുക.
ഇദ്ദേഹം പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഇതിന് മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഹാംഫുൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന റേഡിയേഷൻ, കീമോതെറാപ്പി, ഡോക്ടേഴ്സിന് അറിയാം ഈ രോഗിക്ക് കീമോതെറാപ്പി കൊടുത്താൽ അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്താൽ ഈ രോഗി രക്ഷപ്പെടും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കുക. എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ ചികിത്സ, അസുഖം വരാനുള്ളത് വരും, വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. അസുഖം വന്നു പോയാൽ അതിനെ പോസിറ്റീവായിട്ട് നേരിടുക. അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സിൻ്റെ ഘനം അനുസരിച്ച് നമ്മൾ ചികിത്സകൾ തിരഞ്ഞെടുക്കുക. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഒന്നിനെയും നല്ലതെന്നും ചീത്തയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, ചിലരത് തെളിയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പേഴ്സിൻ്റെ ഘനം അനുസരിച്ചും നമ്മൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചികിത്സ നടത്തുക. ഞങ്ങളെ പോലുള്ളവർ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഏതെല്ലാം മേഖലയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഡോക്ടർ പറയൂ. എനിക്ക് രണ്ട് കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, നേരത്തെയുള്ള വൈദ്യന്മാരുൾപ്പെടെ എന്ത് സാധനങ്ങൾ മരുന്ന് കൊടുത്താലും എല്ലാവർക്കും ഏക്കുമായിരുന്നു. കാരണം അന്ന് അവർ കഴിച്ചിരിക്കുന്ന വിഷമില്ലാത്ത നല്ല ആഹാരമായിരുന്നു കഴിച്ചത്. എന്ത് വിഷത്തിൻ്റെ പുറത്ത്, എന്ത് വിഷാംശമുള്ള ആഹാരം കഴിച്ചും അതിൻ്റെ പുറത്ത് ഏത് മരുന്ന് കൊടുത്താലും ഏക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നത് ഓർഗാനിക് അരിയും പച്ചക്കറിയുമാണ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ മരുന്നായിട്ട് കൊടുക്കണേ. രണ്ടാമത് ബോധവൽക്കരണം. ബോധവൽക്കരണമേ ഉള്ളൂ. മനസ്സിലാണ് അവൻ്റെ രോഗം മൊത്തവും പിടിക്കുക. അവൻ്റെ മനസ്സിനെ ശരിയാക്കിയെടുക്കും. ചികിത്സയെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. ക്യാൻസർ അല്ലെങ്കിൽ എന്തൊരു അസുഖമാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും ബാധിക്കാം. ക്യാൻസർ, ഡയബറ്റീസ്, ഇതൊക്കെ പറയുന്നത് ഒരു ടെർമിനൽ ഇൽനെസ് എന്ന് തന്നെയാണ്. ഏതൊരസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടെർമിനൽ ഇൽനെസ് തന്നെയാണ്. അസുഖം ബാധിച്ചവരാണെങ്കിലും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ധൈര്യം കൈവിടാതെ ധൈര്യമായിട്ട് കോൺഫിഡൻസോടെ മുമ്പോട്ട് പോവുക. എനിക്കിത് ഭേദമായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത്രേ ഉള്ളൂ. അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോഴത്തേക്കിന് അതങ്ങ് മാറി. ഒപ്പം സമൂഹത്തിന് വേറൊരു കാര്യം കൂടി ചെയ്യാം. ക്യാൻസർ ബാധിച്ച പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവരെ ഒരു കുറച്ച് ഇത് കാണാതെ, അയ്യോ പാവം എന്ന രീതിയിൽ കാണാതെ, ഗിവ് ദം സം ഓപ്പർച്യൂണിറ്റി, ഗിവ് ദം സം മീൻസ്. അവരെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, അവരിലൂടെ മറ്റുള്ളവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാനായിട്ട് സമൂഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾസിൽ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അവയർനെസ് ഇൻക്ലൂഡ് ചെയ്താൽ വളരെ നല്ലത്. രോഗം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആത്മധൈര്യം കൊടുക്കുക. അപ്പോൾ മാത്രമേ അവർക്ക് ഈ കൊടുക്കുന്ന എന്ത് ചികിത്സയും ഫലിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും കൊടുക്കാൻ സാധിച്ചാൽ അതായിരിക്കും ക്യാൻസർ പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ. അപ്പോൾ നമുക്കവരെ സ്നേഹിക്കാം, നമുക്ക് അവർക്ക് വേണ്ടി ആത്മധൈര്യം കൊടുക്കാം. അങ്ങനെ നമുക്ക് സമൂഹത്തെ മൊത്തം വളരെ ആരോഗ്യമുള്ള ഒരു സമൂഹമായി മാറ്റാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവരും സന്തോഷമായി.